ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എജു ഡ്രോപ്സിൻ്റെ പുതിയൊരു സ്പോക്കൺ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് WH ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻ വേർഡ്സ് അറിയാമല്ലേ. അപ്പോൾ നമ്മളിതിൽ 10 ക്വസ്റ്റ്യൻ വേർഡ്സും അതുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ വേർഡായിട്ട് നമുക്ക് പറയാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ നോക്കുന്നത് വാട്ട് എന്നുള്ളതാണ്. ഓക്കെ, വാട്ട്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് വെൻ എന്നുള്ളതാണ്. ഓക്കെ, വെൻ. വാട്ട്, വെൻ. അടുത്തത് മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് വേർ എന്നുള്ളതാണ്. ഓക്കെ, വേർ. നാലാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഹൗ എന്നുള്ളതാണ്. ഓക്കെ, ഹൗ. അഞ്ചാമതായിട്ട് നമ്മൾ നോക്കുന്നത് ഹൂ എന്നുള്ളതാണ്. ആറാമത്തേത് ഹൂസ് എന്നുള്ളതാണ്. ഓക്കെ, ഹൂസ്. ഏഴാമതായിട്ട് നോക്കുന്നത് വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡാണ്. വൈ. എയ്ത്ത് വൺ which. Ninth one how far. 10th one how much or how many. How many. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ 1 by 1 ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മൾ പറയുന്നത് വാട്ട് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് വാട്ട് എന്നുള്ളത് തന്നെ എടുക്കാം. വാട്ട് എന്താണ് കൂട്ടുകാരെ വാട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്ത് എന്നുള്ളതാണ് അർത്ഥം അല്ലേ. അപ്പോൾ ഈ വാട്ട് ഈസ് എന്നാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ വാട്ട് ഈസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് വാട്ട് ഈസ് എന്നതിൻ്റെ ഷോർട്ട് ഫോം വാട്ട്സ് എന്നതാണ്. ഓക്കെ, നമ്മൾ വാട്സപ്പ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. വാട്സപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വിശേഷം, എന്തൊക്കെയുണ്ട് എന്നതാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഓരോന്നിലും ഒരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വാട്ട് വെച്ചുകൊണ്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഇൻ യുവർ ഹോബി. ഓക്കെ, വാട്ട്സ് യുവർ ഹോബി എന്ന് ചോദിക്കാം അല്ലേ. വാട്ട്സ് ഈസ് യുവർ ഹോബി, വാട്ട് ഈസ് യുവർ ഹോബി അല്ലെങ്കിൽ വാട്ട്സ് യുവർ ഹോബി എന്നും ചോദിക്കാവുന്നതാണ്. എന്താണ് നിൻ്റെ ഹോബി എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം വാട്ട്സ് ഹി. എന്താണ് അവൻ അല്ലെങ്കിൽ എന്താണ് അവൻ്റെ ജോബ് എന്നതൊക്കെയാണ് നമ്മൾ ഷോർട്ടായിട്ട് അത് ഉപയോഗിക്കുന്നത്. വാട്ട്സ് ഹി എന്ന് നമുക്ക് ചോദിക്കാം. അതുപോലെ വാട്ട്സ് ഷീ എന്ന് ചോദിക്കാം. അതുപോലെ തന്നെ എപ്പോഴാണ്, അപ്പോൾ നമുക്കൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് പ്രോഗ്രാം എന്നിങ്ങനെ ചോദിക്കുക, ഏത് സമയത്താണ് പ്രോഗ്രാം എന്ന് ചോദിക്കണം. എന്ന് ചോദിക്കാം വാട്ട് ടൈം is the program. What time is the program. എപ്പോഴാണ് പ്രോഗ്രാം എന്നതാണ് അതിൻ്റെ ഉദ്ദേശം. ഓക്കെ, പ്രോഗ്രാമിൻ്റെ സമയം എന്താണ് എന്നാണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് സാലറി എന്നാണ് സാലറി അല്ലേ. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് സാലറി അല്ലെങ്കിൽ സാലറി ടൈം എപ്പോഴാണ് എന്നുള്ളതാണ് ഉദ്ദേശം. എങ്ങനെ ചോദിക്കുക? വാട്ട് ഈസ് ദ സാലറി ഡേറ്റ്. ഏതാണ് സാലറി കിട്ടുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ സാലറി ഡേറ്റ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം എന്താണ് നിൻ്റെ അക്കാദമിക് ക്വാളിഫിക്കേഷൻ. എങ്ങനെ ചോദിക്കാം? വാട്ട് ഈസ് അല്ലെങ്കിൽ വാട്ട്സ് യുവർ അക്കാദമിക് ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വാട്ട് വെച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് വെൻ എന്നുള്ളത് വെച്ചുകൊണ്ടാണ്. വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നതാണ് അർത്ഥമാക്കുന്നത്. എപ്പോൾ. ഓക്കെ, ഇനി ഇത് വെച്ചുകൊണ്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ നമുക്ക് ചോദിക്കാം എപ്പോഴാണ് നിൻ്റെ ഡ്യൂട്ടി ടൈം. എങ്ങനെ ചോദിക്കാം? വെൻ ഈസ് യുവർ ഡ്യൂട്ടി ടൈം. ഓക്കെ, എപ്പോഴാണ് നിൻ്റെ ഡ്യൂട്ടി ടൈം അല്ലെങ്കിൽ വെൻ ഈസ് യുവർ ക്ലാസ് ടൈം. എപ്പോഴാണ് നിൻ്റെ ക്ലാസ് ടൈം. ഇനി അടുത്തത് ലഞ്ച് എപ്പോഴാണ് എന്ന് ചോദിക്കണം. നമ്മളൊരു ഹോട്ടലിൽ പോയിരിക്കുകയാണ്, അപ്പോൾ ലഞ്ച് എപ്പോഴാണെന്ന് ചോദിക്കണം. വെൻ ഈസ് ദ ലഞ്ച് ടൈം. വെൻ ഈസ് ദ ലഞ്ച് ടൈം. എപ്പോഴാണ് ലഞ്ച് ടൈം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് എന്ത് ചോദിക്കാം? ഡിന്നർ എപ്പോഴാണെന്ന് ചോദിക്കാം അല്ലേ. അപ്പോൾ വെൻ ഈസ് ദ ഡിന്നർ എന്ന് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ എപ്പോഴാണ് ഇവിടെ
ഓഫ് സീസൺ, നമ്മളൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് അവിടുത്തെ ഓഫ് സീസൺ എപ്പോഴാണെന്ന് അറിയണം. എങ്ങനെ ചോദിക്കാം? വെൻ ഈസ് ദ ഓഫ് സീസൺ ഹിയർ? ഇവിടെ എപ്പോഴാണ് ഓഫ് സീസൺ എന്ന് പറയുന്നത്? ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇവിടെ എപ്പോഴാണ് സമ്മർ എന്ന് ചോദിക്കാം അല്ലേ. അപ്പോൾ എപ്പോഴാണ് ചോദിക്കുക നമ്മൾ? വെൻ ഈസ് ദ സമ്മർ ഹിയർ? എപ്പോഴാണ് ഇവിടെ സമ്മർ? ഇനി അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം എപ്പോഴാണ് സ്റ്റാഫ് ടൂർ അല്ലെങ്കിൽ സ്കൂൾ ടൂർ എപ്പോഴാണ് എന്ന് ചോദിക്കാം അല്ലേ. എങ്ങനെ ചോദിക്കാം? വെൻ ഈസ് ദ സ്കൂൾ ടൂർ? എപ്പോഴാണ് സ്കൂൾ ടൂർ ഉള്ളത്? അപ്പോൾ ഇങ്ങനെ വെൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വേർ എന്നുള്ളതാണ്. ഓക്കെ, മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് വേർ എന്നുള്ളതാണ്. വേർ എന്ന് പറഞ്ഞാൽ എവിടെ എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇനി വേർ എന്ന് ചോദിച്ചിട്ട് എന്തൊക്കെ ചോദിക്കാം നമുക്ക്? എവിടെയാണ് നിൻ്റെ ID കാർഡ്? നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണല്ലേ. വേർ ഈസ് യുവർ ID കാർഡ്? എവിടെയാണ് നിൻ്റെ ID കാർഡ് എന്ന് ചോദിക്കാം. ഇനി അതുപോലെ വേറെ എന്ത് ചോദിക്കാം? ഇവിടെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാഷ്റൂം എവിടെയാണെന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ടോയ്ലറ്റ് എവിടെയാണെന്ന് ചോദിക്കണം അല്ലേ. എങ്ങനെ ചോദിക്കാം? വേർ ഈസ് ദ ടോയ്ലറ്റ് പ്ലീസ്? പ്ലീസ് എന്ന് നമ്മളൊരു ബഹുമാനത്തിലൊക്കെ പറയുന്നതാണ്. വേർ ഇസ് ദ ടോയ്ലറ്റ് പ്ലീസ് എന്ന് ചോദിക്കുക. നമ്മൾ ഒരാളോട് ചോദിക്കുകയല്ല, അപ്പോൾ നമുക്ക് പ്ലീസ് എന്നൊക്കെ ഒന്ന് റിക്വസ്റ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാം പാർക്കിംഗ് ഏരിയ എവിടെയാണ്? ഓക്കെ, വേർ ഈസ് ദ പാർക്കിംഗ് ഏരിയ? ഇതിൻ്റെ കൂടെ നമുക്ക് പ്ലീസ് എന്ന് പറയാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തൊരു ചോദ്യമായിട്ട് നമുക്ക് എങ്ങനെ ചോദിക്കാം? എവിടെയാണ് നിൻ്റെ ഓഫീസ് എന്ന് ചോദിക്കാം അല്ലേ. എങ്ങനെ ചോദിക്കാം? വേർ ഈസ് യുവർ ഓഫീസ്? എവിടെയാണ് നിൻ്റെ ഓഫീസ്? ഇനി അടുത്തൊരു ചോദ്യം കൂട്ടുകാർ ചോദിച്ചു നോക്കൂ. ഏത് ചോദിക്കാം നമുക്ക്? എവിടെയാണ് ഇവിടെ അടുത്ത് എവിടെയാണ് ഹോസ്പിറ്റൽ ഉള്ളത്? എങ്ങനെ ചോദിക്കാം? വേർ ഈസ് ദ? അടുത്ത് എന്നുള്ളതിന് നമ്മൾ നിയറസ്റ്റ് എന്നാണ് ഉപയോഗിക്കാറ്. ഓക്കെ, വേർ ഈസ് ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ? എവിടെയാണ് തൊട്ടടുത്ത് ഹോസ്പിറ്റൽ ഉള്ളത്? ഇനി അടുത്ത ക്വസ്റ്റ്യൻ വേർഡിലേക്ക് കടക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് ഫോർത്ത് വണ്ണാണ്. ഏതാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത്? ഹൗ എന്നുള്ളതാണ് അല്ലേ. ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നതാണ് അർത്ഥം. എങ്ങനെ? അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഹൗ ആർ യു? എങ്ങനെയുണ്ട് നിനക്ക് എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എങ്ങനെയുണ്ട് നിൻ്റെ ബ്രദർ എന്നെങ്ങനെ ചോദിക്കുക? ഹൗ ഈസ് യുവർ ബ്രദർ? എങ്ങനെയുണ്ട് നിൻ്റെ ബ്രദർ? ഹൗ ഈസ് യുവർ ബ്രദർ? മൂന്നാമതായിട്ട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് നിൻ്റെ വർക്ക്? ഹൗ ഈസ് യുവർ വർക്ക്? എങ്ങനെയുണ്ട് നിൻ്റെ വർക്ക് എന്ന് ചോദിക്കാം. നാലാമത്തേത് ഹൗ ഈസ് യുവർ സ്റ്റഡീസ്? എങ്ങനെയുണ്ട് നിൻ്റെ പഠിത്തം? ഹൗ ഈസ് യുവർ സ്റ്റഡീസ്? എങ്ങനെയുണ്ട് നിൻ്റെ പഠിത്തം? അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഹൗ ഈസ് യുവർ ഫാമിലി? എങ്ങനെയുണ്ട് നിൻ്റെ ഫാമിലി? അല്ലെങ്കിൽ ഹൗ ഈസ് യുവർ വർക്ക് പ്ലേസ്? എങ്ങനെയുണ്ട് നിൻ്റെ വർക്ക് പ്ലേസ് എന്ന് നമുക്ക് ഇതേപോലെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാമത്തേതായിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡാണ്. ഏതാണ്? ഹൂ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഹൂ എന്ന് പറഞ്ഞാൽ ആര് എന്നതാണ് അർത്ഥം. ഓക്കെ, ആര് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തേത് നിൻ്റെ നെയ്ബർ ആരാണ് എന്ന് ചോദിക്കണം അല്ലേ. ഹൂ ഈസ് യുവർ നെയ്ബർ? ആരാണ് നിൻ്റെ നെയ്ബർ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചോദിക്കാം? അവൻ നിൻ്റെ ആരാണ് എന്ന് ചോദിക്കാം. എങ്ങനെ ചോദിക്കുക? ഹൂ ഈസ് ഹീ ടു യു? അവൻ നിൻ്റെ ആരാണ്? ഹൂ ഈസ് ഹീ ടു യു? അവൻ നിനക്ക് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചോദിക്കാം എന്താണ്? ഈ ഓഫീസിൻ്റെ ചാർജ് ഇപ്പോൾ ആർക്കാണ് എന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കുക? ഹൂ ഈസ് in charge of the
ഓഫീസ് റൈറ്റ് നൗ അല്ലെങ്കിൽ നൗ എന്നും ചോദിക്കാം. ഓക്കെ, ആരാണ് ഈ ഓഫീസിൻ്റെ ഇൻചാർജ്? നാലാമത്തായിട്ട് നമുക്ക് ചോദിക്കാം എന്താണ് നിൻ്റെ വൈഫ് ആരാണ് എന്നെങ്ങനെ ചോദിക്കുക? ഹൂ ഈസ് യുവർ വൈഫ്? ഹൂ ഈസ് യുവർ വൈഫ് അല്ലെങ്കിൽ ഹൂ ഈസ് യുവർ ടീച്ചർ? ആരാണ് നിൻ്റെ ടീച്ചർ? ഹൂ ഈസ് യുവർ ടീച്ചർ? ഹൂ ഈസ് യുവർ ഫ്രണ്ട്? ആരാണ് നിൻ്റെ ഫ്രണ്ട്? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വേർഡ് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ വേർഡായിട്ടുള്ള ഹൂസ് എന്നുള്ളതാണ്. ഹൂസ് എന്ന് പറഞ്ഞാൽ ആരുടെ എന്നതാണ് അർത്ഥം. ആരുടെ. ഇനി ഇത് വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഹൂസ് നമ്പർ ഈസ് ദിസ്? ഇത് ആരുടെ നമ്പറാണ്? ഹൂസ് നമ്പർ ഈസ് ദിസ്? ഇത് ആരുടെ നമ്പറാണ്? ഇനി ഹൂസ് ഹൗസ് ഈസ് ദിസ്? ഇത് ആരുടെ വീടാണ് എന്നിങ്ങനെ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനി ആരാണ് നിൻ്റെ കൂടെ റൂമിൽ ഉള്ളത് എന്നെങ്ങനെ ചോദിക്കുക? ഹൂസ് റൂം ആർ യു ഇൻ നൗ? നീ ഇപ്പോൾ ആരുടെ റൂമിലാണ്? ഇനി അടുത്തത് കുറച്ച് റെക്കോർഡ്സ് ഉണ്ടായിരുന്നു. ഇത് ആരുടെ റെക്കോർഡ്സ് ആണ് എന്ന് ചോദിക്കണം. എങ്ങനെ ചോദിക്കാം? ഹൂസ് റെക്കോർഡ്സ് ആർ ദർ? റെക്കോർഡ്സ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ടാണ് അവിടെ ആർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇത് ആരുടെ കമ്പനിയാണ്? അത് ആരുടെ കമ്പനിയാണ്? എങ്ങനെ ചോദിക്കാം? ഹൂസ് കമ്പനി ഈസ് ദാറ്റ്? അത് ആരുടെ കമ്പനിയാണ്? അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഹൂസ് എന്നുള്ളത് വെച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഏഴാമത്തേതാണ് നോക്കുന്നത്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് വൈ ആണ്. വൈ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന് എന്നാണ് അർത്ഥമാക്കുന്നത്. എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന്. ഇനി ഇത് വെച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ആർ യു ലേറ്റ് ടുഡേ? നീ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്? വൈ ആർ യു ലേറ്റ് ടുഡേ? നീ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്? പിന്നെ എന്തു ചോദിക്കാം? വൈ ആർ യു ആബ്സെൻറ്റ് ടുഡേ? നീ എന്തുകൊണ്ടാണ് ഇന്ന് ആബ്സെൻറ്റ് ആയത്? അതുപോലെ തന്നെ വൈ ഈസ് ഹീ ഓൺ ലീവ് ടുഡേ? അവൻ എന്താണ് ഇന്ന് ലീവ് ആയിട്ടുള്ളത്? ഇനി നീ എന്തിനാ എന്നോട് ദേഷ്യം പിടിക്കുന്നതെന്ന് എങ്ങനെ ചോദിക്കുക? വൈ ആർ യു ദേഷ്യം എന്താ പറയുക? ആംഗ്രി. വൈ ആർ യു ആംഗ്രി വിത്ത് മീ? നീ എന്തിനാണ് എന്നോട് ദേഷ്യം പിടിക്കുന്നത്? ഇതൊക്കെ വൈ വെച്ചുകൊണ്ട് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എട്ടാമത്തേതാണ് വിച്ച് വെച്ചുകൊണ്ടുള്ളതാണ്. വിച്ച് എന്ന് പറഞ്ഞാൽ ഏത് എന്നതാണ് അർത്ഥം. ഏത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. വിച്ച് വൺ ഈസ് യുവേഴ്സ്? ഇതിലെ ഏതാണ് നിൻ്റേത്? വിച്ച് വൺ ഈസ് യുവേഴ്സ്? ഇതിലെ ഏതാണ് നിൻ്റേത്? അതുപോലെ തന്നെ വിച്ച് വൺ ഈസ് യുവർ കീ? വിച്ച് വൺ ഈസ് യുവർ കീ? ഇതിൽ ഏതാണ് നിൻ്റെ കീ എന്ന് ചോദിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചോദിക്കാം നമുക്ക്? വിച്ച് കളർ ഈസ് യുവർ ഫേവറേറ്റ്? ഇതിൽ ഏതാണ് നിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറ് എന്ന് നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വിച്ച് വെച്ചുകൊണ്ട് നമുക്ക് ചോദിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഹൗ ഫാർ എന്നുള്ളതാണ്. ഓക്കെ, ഹൗ ഫാർ എന്ന് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എത്ര ദൂരം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, എത്ര ദൂരം. അപ്പോൾ ഇതുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. ഒന്നാമത്തേത്, ഹൗ ഫാർ ഈസ് ദ സിറ്റി ഫ്രം ഹിയർ? ഇവിടെ നിന്നും സിറ്റിയിലേക്ക് എത്ര ദൂരം ഉണ്ട്? അതുപോലെ തന്നെ അടുത്ത ഒരു പെട്രോൾ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് എത്രയുണ്ടെന്ന് എങ്ങനെ ചോദിക്കുക? ഹൗ ഫാർ ഈസ് ദ എടുത്ത് എന്നുള്ളത് നമ്മൾ എന്താ പറഞ്ഞത്? നിയറസ്റ്റ്. ഹൗ ഫാർ ഈസ് ദ നിയറസ്റ്റ്
പെട്രോൾ സ്റ്റേഷൻ ഫ്രം ഹിയർ. ഇവിടെ നിന്നും പെട്രോൾ സ്റ്റേഷനിലേക്ക് എത്ര ദൂരമുണ്ട്. അതുപോലെ തന്നെ ഹൗ ഫാർ ഈസ് യുവർ റൂം ഫ്രം ഹിയർ, അല്ലെങ്കിൽ ഹൗ ഫാർ ഈസ് യുവർ ഹൗസ് ഫ്രം ഹിയർ. ഇവിടെ നിന്നും നിൻ്റെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്. ഇതൊക്കെ നമുക്ക് ഹൗ ഫാർ വെച്ചുകൊണ്ട് ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് 10ാമത്തേതാണ് ഹൗ മച്ച് എന്നുള്ളതാണ്. ഓക്കെ, ഹൗ മച്ച്. ഹൗ മച്ച് എന്ന് പറഞ്ഞാൽ എത്ര എന്നുള്ളതാണ്. ഇത് വെച്ചുകൊണ്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഹൗ മച്ച് ഈസ് യുവർ സാലറി, നിൻ്റെ സാലറി എത്രയാണ്. ഹൗ മച്ച് ഈസ് യുവർ സാലറി, നിൻ്റെ സാലറി എത്രയാണ്. അതുപോലെ തന്നെ ഹൗ മച്ച് ഈസ് ഇറ്റ്, ഇത് എത്രയാണ്. ഇനിയോ എന്ത് വെക്കാം, ഹൗ മച്ച് ഈസ് ദാറ്റ് ഇൻ ദ ബിഗ് വൺ, ഈ വലിയതിന് എത്രയാണ്. ഹൗ മച്ച് ഈസ് ദാറ്റ് ബിഗ് വൺ, ആ ബിഗ് വണ്ണിന് എത്രയാണ്. അല്ലെങ്കിൽ നമുക്ക് ഹൗ മച്ച് ഈസ് ദാറ്റ് സ്മോൾ വൺ, ആ സ്മോൾ വണ്ണിന് എത്രയാണെന്നും ചോദിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ചോദ്യം, ഡെയിലി നിനക്ക് എത്ര എക്സ്പെൻസ് വരും എന്നെങ്ങനെ ചോദിക്കുക. ഹൗ മച്ച് ഈസ് യുവർ ഡെയിലി എക്സ്പെൻസ്, എത്രയാണ് നിൻ്റെ ഡെയിലി എക്സ്പെൻസ് എന്ന് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഹൗ മച്ച് ഈസ് ദ ബാലൻസ്, എത്രയാണ് ബാലൻസ് എന്നും ചോദിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഹൗ മച്ച് വെച്ചുകൊണ്ട് ചോദിക്കാവുന്നതാണ്. ഇനി ഹൗ മെനി വെച്ചതുകൊണ്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത് എണ്ണത്തെയാണ്. ഓക്കെ, ഹൗ മെനി ആപ്പിൾസ് ഇൻ ഹിയർ, ഇവിടെ എത്ര ആപ്പിൾ ഉണ്ട്. അല്ലെങ്കിൽ ഹൗ മെനി ഫ്ലവേഴ്സ് ഈസ് ദർ, എത്ര ഫ്ലവേഴ്സ് ഇവിടെയുണ്ട് എന്നൊക്കെ ചോദിക്കാവുന്നതിനെയാണ് നമ്മൾ ഹൗ മെനി ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് നോക്കി. ഇനി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ 1-2 ക്വസ്റ്റ്യൻ വേർഡ് ഒരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതും അതിൻ്റെ ആൻസേഴ്സ് എങ്ങനെയൊക്കെ പറയുക എന്നുള്ള പോസിബിലിറ്റീസും കൂടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.